ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എനിക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് എൻ്റെ ഗ്രാജുവേഷൻ സെറമണിയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, ഞാൻ റെഡിയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഇറങ്ങി പോയാൽ മതി. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്കൊരു പിടിയുമില്ല ഹൗ എക്സൈറ്റഡ് ആയി ആം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സംഭവം ഞാൻ ഇതുവരെ ലൈഫിൽ ഗ്രാജുവേഷൻ കോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ സ്പെഷ്യലാണ്. എനിക്ക് ഇന്നലെ രാത്രി വരെ, ഇന്ന് രാവിലെ എണീക്കണ വരെ, രാത്രി അത് ഉറങ്ങുന്ന വരെ എനിക്ക് എന്റെ മനസ്സിൽ ഗ്രാജുവേഷൻ ഈ ഒരു തോട്ടായിരുന്നു എന്റെ ഡ്രസ് അത്. പക്ഷെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഐ ഫീൽ വെരി കോൺഫിഡന്റ്. സോ കം ഓൺ ഗൈസ്, നമുക്ക് പോകാം. എന്റെ മുടി നന്നായിട്ട് കിടപ്പുണ്ട്. മേക്കപ്പ് ലൈക്ക് നോർമൽ മേക്കപ്പ്, സാധാ ഫുള്ളി മേക്കപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ ഹൈലൈറ്ററും ഐഷാഡോയും മസ്കാരയും ഒക്കെ ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക്കും. എനിക്കെന്നെ കാണാൻ ഇഷ്ടപ്പെട്ടു ഗൈസ്. സംസാരിക്കാൻ എടുത്താണ് സംസാരിക്കാം. ഹലോ ഹലോ, എനിക്ക് മടിയാണെന്ന് പറഞ്ഞപ്പോൾ ഇവൾ സംസാരിക്കാന്നാണ് പറയുന്നത്. ഓക്കെ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നേരെ രാവിലെ സ്പോർട്സ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ വെച്ചാണ് ഞങ്ങൾ കോട്ടെല്ലാം മേടിക്കാനുള്ളത്. അങ്ങനെ ഞാനും ഷിമയും കൂടെ നേരെ പോയി കോട്ട് മേടിക്കാനുള്ള ക്യൂ ഒക്കെ നിന്നു. സോ ഡിഫറെൻറ്റ് കളർ തീംസ് ഉണ്ടെന്നൊക്കെ ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കുമായിരുന്നു. ഞങ്ങളുടേത് MSc ആയിട്ടുള്ള കളർ കോഡാണ്. ബ്ലാക്ക്, വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ ഷെയ്ഡിലുള്ളൊരു കളറും റെഡുമാണ് ഞങ്ങളുടെ കോട്ടിൻ്റെ ഫുൾ കളർ വരുന്നത്. സോ അതെല്ലാം ഇട്ട് അവരിട്ട് തരും കേട്ടോ. ഇത് വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ കോട്ടൊക്കെ ഇട്ട് ഇറങ്ങി ഗൈസ്. പിന്നെ ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ല, എന്നിരുന്നാലും ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് ഞങ്ങളുടെ ഗ്രാജുവേഷൻ വില്ലേജായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഇതേപോലെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഫ്ലവർ ബൊക്കേസ് കിട്ടുന്ന സ്ഥലം, ഇതേപോലെ വോൾസ്. ഇവിടെ ആദ്യം എനിക്ക് തെറ്റിപ്പോയി. ഞാൻ പിന്നെ ഒന്നും കൂടി എഴുതുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഫ്ലവർ ബൊക്കെ മേടിച്ചില്ല, കാരണം ഒടുക്കത്തെ റേറ്റ് 10, 40, 50 പൗണ്ടൊക്കെയാണ് അവിടുത്തെ റേറ്റ്. സോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചില്ല. പക്ഷേ എനിക്ക് നേരത്തെ മേടിച്ചൊക്കെ ഞാൻ മറന്നു. എനിക്ക് സ്വന്തമായിട്ട് മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഓർത്തില്ലേ. രാവിലെയാണ് ഞാൻ ഓർത്തത്. പിന്നെ ഞാൻ ഓർത്ത് കുഴപ്പമില്ല, അവിടെ പോയി മേടിക്കാമല്ലോ. പക്ഷേ ഇത്രയും റേറ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സെയിൻസ്ബറി കയറി ഒരു ബൊക്കെ മേടിച്ചു. പക്ഷേ 12 പൗണ്ട് എന്നാലും ഓക്കെയാണ്, സാരമില്ല. അത്യാവശ്യം വലിയ ബൊക്കെയാണ്. ഞാൻ പിന്നെ അത് വീട്ടിൽ വന്ന ശേഷം ഫുൾ അഴിച്ച് പണിത് എൻ്റെ ഫ്ലവർ വേസിലിട്ട് വെച്ചിട്ടുണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ. സോ അതവിടെ സേഫാണ് ഗൈസ്. പിന്നെ ഇതാണ് വർണാവ്യ. ഞങ്ങൾ ക്ലാസ്സിൽ മിക്ക ദിവസങ്ങളിലും ഒരുമിച്ചാണ് ഇരുന്നുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ വേറെയും ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ എല്ലാവരും പല സ്ഥലത്തായിപ്പോയി. ബാക്കിലായിപ്പോയി ഷിമ. സോ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ സീറ്റിൽ സേഫാണ് ഗൈസ്. മിക്കവരും വന്നു, കുറച്ച് പേരൊന്നും എത്തിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ചാൻസലറും എല്ലാവരും വരാൻ തുടങ്ങി. സോ അവർ വരുമ്പോൾ ഉള്ള മ്യൂസിക്കാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടതും. പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നടന്നു വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് എനിക്ക് ഇങ്ങനെ എങ്ങോട്ടെങ്കിലും നോക്കണമെന്നൊരു ബുദ്ധി പോയില്ല. ഞാൻ നേരെ നടന്നു, ചാൻസലറിൻ്റെ ഹാൻഡ് കൊടുത്തു, ബാക്കിൽ നിന്ന് അടുത്ത ആൾക്കൊരു ഹാൻഡ് കൊടുത്ത് ഞാൻ ഇറങ്ങി വന്നു. എന്നിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോഴൊക്കെ നോക്കുന്നുണ്ട് ഋതുവും ലക്ഷ്മിയും എവിടെ പോയി. കാരണം അവരായിരുന്നു എൻ്റെ ഗസ്റ്റ് ടിക്കറ്റിൽ വന്നത്. ഞാനിങ്ങനെ വിചാരിച്ചു അപ്പം മേളത്തെ റോയിൽ ഇരിക്കുമായിരിക്കും, അപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സുണ്ട്, ഇപ്പം പാഞ്ചുവും സിൽവിയയും ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോകും ക്യാമറ നോക്കി. പക്ഷേ എനിക്ക് ബുദ്ധി പോയില്ല, അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണം എന്നൊരു ബുദ്ധി എനിക്ക് പോയില്ല. അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഋതു, ലക്ഷ്മി, അവരാണ് വീഡിയോ എടുത്തത്. കോമഡി പീസാണ് ഗൈസ്, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഗൈസ്, അങ്ങനെ കുറേ നേരം കൂടെ ഫംഗ്ഷൻ നീണ്ടു നിൽപ്പുണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു എങ്ങനെ പോലെ 2 മണിക്കൂർ മിനിമം എടുത്തിട്ടുണ്ടായിരിക്കും. അല്ല 1.5-2 ആ ഒരു ഗ്യാപ്പ്. കാരണം കുറേ സ്പീച്ച്, കുറേ പേര് കയറി ഷേക്ക് ഹാൻഡ് കൊടുക്കണം, എന്നിട്ട് ഇറങ്ങണം. അപ്പോൾ അതെല്ലാം പക്ഷേ ഒരു വരിയായിട്ട് നല്ല രസമായിട്ട് പോയി. എനിവേസ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ പുറത്ത് ഞങ്ങളുടെ പ്രൊഫസർ ഉണ്ടായിരുന്നേ. പിന്നെ എല്ലാവരെയും ഗ്രൂപ്പായിട്ട് കിട്ടിയില്ല ഗൈസ്. ഗ്രൂപ്പ് സെൽഫി എടുക്കണമെന്നൊക്കെ ഓർത്തിട്ടൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഉള്ളവരൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രൊഫസർ ഗണേഷ്. പേരിട്ടതൊന്നും ഇന്ത്യൻ ആണെന്ന്, പക്ഷേ സാർ ഇന്ത്യൻ അല്ല, ആഫ്രിക്കനാണ്. സാറിൻ്റെ ആൻസിസ്റ്റേഴ്സ് ഇന്ത്യയിലുണ്ടായിരുന്ന സാറ് പണ്ട് ക്ലാസ്സിൽ പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ നിന്നു എല്ലാവരും. എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ലക്ഷ്മി, ഋതുവാണ് ഇവർ രണ്ടുമാണ് എൻ്റെ അകത്ത് കയറിയത്. എന്നിട്ട് അവർ ഋതു അവിടെ ഉണ്ടായിരുന്നു. ലക്ഷ്മി പിന്നെ അവൾക്ക് തൊട്ടടുത്ത് അവളുടെ വേറൊരു ഫ്രണ്ടിൻ്റെ ഗ്രാജുവേഷൻ സെറമണി അറ്റൻഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ അവൾ അങ്ങോട്ട് പോയി. അങ്ങനെ ഇതെൻ്റെ ലൈബ്രറിയാണ് ഗൈസ്. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം കഴിഞ്ഞ് പിന്നെ പറ്റിച്ച് വിളിച്ചുകൊണ്ട് വന്നു. കൊള്ളാം ഗൈസ്, എൻ്റെ കൂടെ വരാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞ് അവളെ പറ്റിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, എൻ്റെ ബാഗ് ഷിമയുടെ പോയി. അത് ഞങ്ങൾ രാവിലെ ഒരുമിച്ചാണ് വന്നത്. അവൾ എനിക്ക് ഡ്രോപ്പ് ചെയ്തായിരുന്നു എന്നെ.
അപ്പം എൻ്റെ ബാഗ് എടുക്കണമായിരുന്നു. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കോട്ട് എടുക്കാൻ പോരും മടി. അങ്ങനെയാണ് ഞാൻ ഋതുവിനെ വിളിച്ചുകൊണ്ട് പോയത്. അതാണുള്ള പറഞ്ഞത് അവളെ ഞാൻ പറ്റിച്ചതെന്ന്. പിന്നെ ഞാൻ ബേബിനെയും ജെഫിനെയും കണ്ടായിരുന്നു. അവരെ കോട്ടൊക്കെ കൊടുത്തിട്ട് അവിടെ റിലാക്സ് ചെയ്തിരിക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ എൻ്റെ ഗ്രാജുവേഷൻ ഫുള്ള് കഴിഞ്ഞു. ഈ കോട്ട് തിരിച്ചു കൊടുക്കാൻ പോവാണ്. സോ കോട്ടും ക്യാപ്പും എല്ലാം കൊടുത്തു. എന്നിട്ട് ഊബർ ബുക്ക് ചെയ്തായിരുന്നു. എന്നിട്ട് ഞാനും ഋതുവും കൂടെ കയറി. ഋതുവിനെ ഞാൻ ഗിൽഡ് ഹോളിൽ ഇറക്കി. ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. പോകുന്ന വഴി ഋതുവിൻ്റെ ഐസ്ക്രീം എൻ്റെ കയ്യിരിക്കുകയായിരുന്നു. അത് മൊത്തം എൻ്റെ ദേഹത്തോടൊക്കെ വന്ന് ഗൈസ്. സംഭവം ഡ്രൈവർ അറിയാതെ ഒരു സഡൻ ബ്രേക്ക് ഇട്ടതാണ്. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഫ്രഷൊക്കെ ആയി. കുഴപ്പമില്ല, ഗ്രാജുവേഷൻ കഴിഞ്ഞുകൊണ്ട് ഐ എം ഓക്കെ. പിന്നെ രാത്രിയായപ്പോൾ ഒരു റെസ്റ്റൊക്കെ എടുത്ത ശേഷം രാത്രിയായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് പേര് ഒരുമിച്ച് ചേർന്നിട്ട് ഞങ്ങളൊരു മലയാളം റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ കുറേ പേര് ഒരുമിച്ചൊരു വീട്ടിൽ നിന്നവരാണ്. പിന്നെ കുറേ പേര് ഞാൻ ഋതുവൊക്കെ പോയ ശേഷം വീട്ടിലോട്ട് വന്നവരുണ്ട്. പക്ഷേ എന്നിരുന്നാലും എല്ലാവർക്കും പരസ്പരം അറിയാം. ഒരു ബോണ്ടുണ്ട് എല്ലാവരും തമ്മിൽ. നല്ല രസമാണ്. ഞങ്ങൾ ഒരുമിച്ച് കുറേ നേരം എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇത് ചേച്ചി ബേസിലിൻ്റെ ചേച്ചിയാണ്. ബേസിലാണ് ഇപ്പം സാധനം കൊണ്ട് വെച്ചിട്ട് ഓടിയത്. സോ ഞങ്ങൾ എന്താ പറയുക, ഒരു 12 പേര് പോയി. ഞങ്ങൾ 8 പേര് ആ വർഷം ഗ്രാജുവേറ്റ് ആയി. ലൈക്ക് ഈ വർഷം ഗ്രാജുവേറ്റ് ആയി. അപ്പോൾ ഞങ്ങളുടെ ചിലവായിരുന്നു ഗൈസ്. ഞാൻ ദം ബിരിയാണിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വേറെ ഒരാളുടെ ഫുഡ് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. അത് എന്തുകൊണ്ടും ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. അവിടെ അപ്പുറത്ത് കള്ളപ്പം അങ്ങനെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വന്നായിരുന്നു. പിന്നെ മന്തി വന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ദം ബിരിയാണിയിൽ എനിക്ക് ഇനഫായിരുന്നു. അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റാർട്ടർ ഫുഡ് അതെല്ലാവർക്കും ഉള്ളതുണ്ടായിരുന്നു. പിന്നെ ഒരു ലോലിപോപ്പ് വന്നത് എല്ലാവരും കഴിച്ചു. അവസാനം ഈ ദം ബിരിയാണി കഴിച്ച് മത്തായിപ്പോയി കഴിച്ച് ഞാൻ. എന്നിട്ട് പായസം വന്നപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് പായസം എന്തെങ്കിലും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പായസം അല്ലല്ലോ വേറെ എന്തോ ആയിരുന്നു, മാംഗോയുടെ എന്തോ സംഭവം, പായസമല്ല എന്തായിരുന്നല്ല. അത് പിന്നെ ഞാൻ കഴിച്ചില്ല, കാരണം എനിക്ക് സ്ഥലമില്ല കഴിക്കാൻ. പക്ഷേ നല്ലൊരു ഡേ ആയിരുന്നു ഗൈസ്. ഞാൻ ഈ ക്യാമറ പോക്കി ക്ലിപ്പ് എടുക്കണതിനാണ് അവനെ കളിയാക്കുന്നത് ഗൈസ്, മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക് ഊബർ കിട്ടാനായിട്ട്. അങ്ങനെ ഊബർ ബുക്ക് ചെയ്ത് എല്ലാവരും വീട്ടിലോട്ട് പോയി. അന്നത്തെ ദിവസം നന്നായിട്ട് കഴിഞ്ഞു ഗൈസ്. സോ ഗൈസ്, തൊട്ട് പിറ്റേ ദിവസം അമൃതയുടെ ഗ്രാജുവേഷനാണ്. അവൾ രാവിലെ വീട്ടിലോട്ട് വന്നായിരുന്നു. ഒരു മിനുക്ക് പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ചേട്ടൻ പോയിട്ട് പിസ്സ മേടിച്ചിട്ട് വന്നു. ചേട്ടൻ മീൻസ് അമൃതയുടെ ഹസ്ബൻഡിനെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചേട്ടൻ പോയിട്ട് പിസ്സ എല്ലാം മേടിച്ചിട്ട് വന്നു. ആ സമയം കൊണ്ട് നമ്മൾ നെയിൽസ് എല്ലാം സെറ്റാക്കി അവളിത് ഒട്ടിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. കാരണം ഇനി അവളുടെ കോട്ട് മേടിക്കാൻ പോകുന്നല്ലോ. കാരണം ഞങ്ങൾക്ക് സെറമണിക്ക് 10 മിനിറ്റ് പിന്നെ ഹോളിൽ കയറണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. പിന്നെ കോട്ടെല്ലാം മേടിച്ചു. അവൾ അവിടെ നിന്ന് ഇടുന്നുണ്ട്. സംഭവമാണ് ഞാൻ പറഞ്ഞത്, അവർ ഇട്ട് തരും വീഡിയോ. എനിക്ക് ലൈക്ക് എൻ്റെ തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എനിക്ക് ചമ്മലായിരുന്നു ഗൈസ്. സോ ഇത് അമൃതയുടെയെങ്കിലും എടുത്ത് വെക്കാമെന്ന് ഓർത്തു ഞാൻ. അങ്ങനെ അവൾക്ക് കോട്ടൊക്കെ ഇട്ടിട്ട് ഇത് ഇറങ്ങി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഇട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാറുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അവളെ മുഖത്തും കാണാൻ പറ്റും. പിന്നെ ഗൈസ്, ഇന്നലെ എൻ്റെ ഗ്രാജുവേഷൻ അവൾക്ക് വരാൻ പറ്റത്തിൻ്റെ റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ പുതിയതായിട്ട് വർക്കിന് കയറിയിട്ട് അവിടെ ലീവ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൾക്ക് അടുപ്പിച്ച് അവളുടേനും എൻ്റെനും കൂടെ ലീവ് കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ ഇല്ല. അവൾക്ക് എൻ്റെ ദിവസമൊക്കെ ഷിഫ്റ്റ് ഉണ്ടായി, അപ്പോൾ പോയല്ലേ പറ്റൂ. സോ അതായിരുന്നു അന്ന് സംഭവിച്ചത്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങൾക്ക് ഗിൽഡ് ഹോളിൽ പോകാൻ സമയമാവുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ 3 പേരോട് എന്ത് ചെയ്തു, നേരെ നടന്ന് വേഗം ഓടി ഗിൽഡ് ഹോളിൽ എത്തി ഗൈസ്. ഞാനും ചേട്ടനും ഗസ്റ്റിൻ്റെ സീറ്റിലോട്ടും അവൾ നേരെ കോൺവൊക്കേഷൻ അന്ന് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ സീറ്റിലോട്ടും പോയി. Ages, different backgrounds, different disciplines and different experience. Marissa Ashok. James Dale. അങ്ങനെ അമൃത സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ്, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചപ്പോഴത്തേക്ക് സിദ്ധാർത്ഥിൻ്റെ പേര് ഞാൻ കേട്ടു ഗൈസ്. അവൻ്റെ ഗ്രാജുവേഷനും അതേ ദിവസമായിരുന്നു. ശരിക്കും ടൈം ഇതാണെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. സോ അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ ചാൻസലറാണ് യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ അവർക്ക് അന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് അവരൊരു വീഡിയോ നോട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പാസ് ചെയ്തു. ഞങ്ങൾക്ക് വൈസ് ചാൻസലറായിരുന്നു അന്നത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ സംഗീതനെ കണ്ടു. അങ്ങനെ അമൃതയുടെ ഗ്രാജുവേഷനും കഴിഞ്ഞ് ഗൈസ്. മതി, ഇത് എൻ്റെ അകത്ത് ഞാൻ നേരെ സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതില്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ ആഡ് ചെയ്യും ഞാൻ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് സെയിൻസ്ബറി കയറി ബൊക്കെ മേടിക്കാനായിട്ട്. ബൊക്കെ വെച്ച് നോക്കുന്നതാണ് ഗൈസ്, കോൺട്രാസ്റ്റ് ഉണ്ടോയെന്ന്. നല്ല കോൺട്രാസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷ പോലെ വലിയ ബൊക്കെയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. എന്നാലും സാരമില്ല, ഞങ്ങൾക്ക് അവളുടെ ഡ്രസ്സിൻ്റെ മാച്ചിന് നല്ലൊരു ബൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗിൽഡ് ഹോളിൻ്റെ അവിടെ നിന്ന് പിന്നെ എല്ലാവരും കുറേ പേരുണ്ട്, കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് പേര്, അവരുടെ ഫാമിലി. ലൈക്ക് ഞാൻ
ശരിക്കും എൻ്റെ ഗ്രാജുവേഷൻ ഞാൻ മിസ് ചെയ്തായിരുന്നു ഫാമിലീനെ. കാരണം ഞാൻ കാണുന്നുണ്ട് കുറേ പേരുടെ പാരൻസ്, സിബ്ലിങ്സ് എല്ലാവരും വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഗ്രാജുവേഷൻ ആയതുകൊണ്ട് തന്നെയാണ് അതിന് മുന്നേ തന്നെ നാട്ടിൽ പോയിട്ട് വരാൻ തീരുമാനിച്ചതും പോയതും ഒക്കെ. അല്ലെങ്കിൽ എനിക്കറിയാം ഈ ഒരു സമയമാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരിക്കും ഗൈസ്. സോ അത് ഞാൻ അവോയ്ഡ് ചെയ്തതാണത്. ഞാൻ നാട്ടിൽ പോയി എല്ലാവരെയും കണ്ടു. വിഷയത്തിൽ നിന്ന് മാറിപ്പോയെന്ന് തോന്നുന്നു. സോ നമുക്ക് കം ബാക്ക് ടു ദ പോയിന്റ്. അങ്ങനെ അമൃതയുടെ ഗ്രാജുവേഷൻ സെറമണി പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ കോട്ട് തിരിച്ചു കൊടുക്കണമല്ലോ, കോട്ടും ക്യാപ്പും കൊടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചത് രാവിലെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൊടുത്തിറങ്ങിയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഫുഡ് കഴിക്കാൻ പോയത്. എന്നിട്ട് ഇവർ വീട്ടിൽ വന്നിട്ടാണ് തിരിച്ച് അവർ ഹേസ്റ്റിങ്സിലോട്ട് പോയി. പിന്നെ എനിക്ക് ഈ ഫുഡ് കഴിച്ച ശേഷമുള്ള വീഡിയോസ് എടുക്കാൻ ഞാൻ വിട്ടുപോയി ഗൈസ്. സോ അങ്ങനെ ഒരു നല്ലൊരു ദിവസം തീർന്നു. ഇനി നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ കാണാം. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഗ്രാജുവേഷൻ്റെ 3rd ഡേ ആണ്. അതായത് എൻ്റെ ഗ്രാജുവേഷൻ ആയിരുന്നു 28th, ഇന്നലെ 29th അമൃതയുടെ, ഇന്ന് 30th ഋതുവിൻ്റെയും ലക്ഷ്മിയുടെ. സോ ഇന്ന് ഞാൻ അവരുടെ ഗ്രാജുവേഷൻ കാണാനാണ് ഗൈസ് പോകാൻ പോകുന്നത്. സോ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മെസ്സിയാണ്. കാരണം എനിക്കറിയാം ഞാൻ തന്നെയാണ് മെസ്സിയായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. കാരണം എനിക്കത് എടുത്തുകൊണ്ട് നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ. സോ ഇന്ന് ഞാൻ ബെറ്റർ ആവാൻ ശ്രമിക്കാം. ഇന്ന് ഞാൻ ജസ്റ്റ് ക്ലിപ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ, അല്ലാണ്ട് ഞാനിങ്ങനെ സംസാരിച്ച് വീഡിയോ എടുക്കുന്നില്ല. നിങ്ങൾക്കറിഞ്ഞൂടെ, എനിക്ക് ഇച്ചിരി സോഷ്യൽ ആങ്സൈറ്റി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അവിടെ ഭയങ്കര ക്രൗഡായിരിക്കും. സോ സംസാരിക്കാനുള്ളൊരു ധൈര്യം എനിക്ക് ഉണ്ടാവുമെങ്കിൽ ഞാൻ സംസാരിക്കും, ഇല്ലെങ്കിൽ ലീവ് ഇറ്റ്. നമുക്കിങ്ങനെ കാണാം. സോ ലെറ്റ്സ് ഗോ. ഞാൻ ഇറങ്ങി നിൽക്കുകയാണ് ഗൈസ്, ഊബർ വെയിറ്റ് ചെയ്തിട്ട്. പക്ഷേ ഊബർ എന്നെ ചെറുതായിട്ടൊന്ന് തേച്ച്. ടൈം ഒരു നല്ല വെയിറ്റ് ടൈം ഉണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ആൻഡ് സേ വിട്ടപ്പം വെയിറ്റ് ഓക്കെ ആയിരുന്നു. പക്ഷേ വരുന്ന ആൾ ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പിലുണ്ടായിരുന്നു. ഊബർ വന്നോണ്ടേ കയറി പോകണം. ഞാനാണെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയി ഗൈസ്, ഊബർ വന്നോണ്ടേ കൈ കാണിച്ച് കയറി പോകാനേ. അങ്ങനെ അതുകൊണ്ട് ഞാൻ കുറച്ച് 2 മിനിറ്റ് ലാഭിച്ചു, ഇല്ലെങ്കിൽ അയാൾ കറങ്ങി എൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഒരു 10 മണിക്ക് മുന്നേ എത്തി. ഓടി ഞാൻ എത്തി ഗൈസ്. 10 മണിക്ക് മുന്നേ ഞാൻ കയറിയിട്ടുണ്ട്. എൻ്റെ പൊന്നു. സോ ഗായ്സ്, അങ്ങനെ ഋതുവിൻ്റെ ലക്ഷ്മിയുടെ ഫംഗ്ഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഫംഗ്ഷനും കുറച്ച് നീണ്ടു നിന്ന ഒരു ദിവസമാണ്. കാരണം എൻ്റെ അകത്തും ഇവരുടെ അകത്ത് ഇതേപോലെ നല്ല മാർക്ക് കിട്ടി ഡോക്ടറേറ്റ് പാസ്സായ ആൾക്കാർക്ക് ഒരു സെപ്പറേറ്റ് ഓണറിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു. അതിനുശേഷം നമ്മുടെ ചാൻസലർ ഇറങ്ങി സീറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. തൊട്ട് പുറകെ തന്നെ അടുത്ത ആൾ വന്നിപ്പുണ്ട്. ഇവർക്ക് 2 പേർക്കാണ് ഞങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ടത്. Lakshmi Rajnisha. Oluwafulabami Olaniya. സോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇന്നത്തേന്നല്ല, എൻ്റെ ഈ ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യുന്ന പരിപാടിയും കഴിഞ്ഞു. എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പോർട്സ്മൗത്തിൻ്റെ തന്നെ ഗ്രാജുവേഷൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു 30th. 2 ആഴ്ച നീണ്ടു നിന്ന് ഗൈസ് ഈ സെറമണീസ്. അതാണ് കോമഡി. ഇങ്ങനെയാണ് ഗൈസ്, ഒരുപാട് പിള്ളേരുണ്ടല്ലോ. സോ അതുകൊണ്ട് നീണ്ടു നിൽക്കും. പിന്നെ ഞാൻ പോയി ലക്ഷ്മിനെയാണ് ആദ്യം കണ്ടത്. ഋതുവിനെ കണ്ടു. പക്ഷേ ഋതു ചേച്ചിയെ വിളിക്കാൻ വേണ്ടി പോയി. അവളുടെ വല്യച്ഛൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു അവളെ കാണാനായിട്ട്. അപ്പോൾ ചേച്ചീനെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ഋതു പോയി. അപ്പോൾ ആ സമയം ഞാൻ ലക്ഷ്മിയോട് നിൽക്കുമായിരുന്നു ഗൈസ്. ഞങ്ങളിങ്ങനെ കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ലക്ഷ്മി ഗ്രാജുവേറ്റ് ആയി ഗൈസ്. സോ ഗൈസ്, ഋതുവിനെയും കണ്ടുപിടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചുകൂടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. ഋതു ഓൾറെഡി കുറേ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് നേരം എടുക്കേണ്ടി വന്നില്ല, കുറച്ചും കൂടെ ഒക്കെ എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇനി നിങ്ങൾ കുറച്ച് നേരം എന്നെയും സംഗീതേനെയും സിദ്ധാർത്ഥിനെയും സഹിക്കേണ്ടി വരും. ഞങ്ങൾ എന്താണ്ടൊക്കെ കിടന്ന് കാണിക്കുന്നുണ്ട്. ക്യാമറ പൊക്കുന്നു, കോപ്രായം കാണിക്കുന്നു, ക്യാമറ പൊക്കുന്നു, കോപ്രായം കാണിക്കും. ഇതായിരുന്നു അന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ ശേഷം ഉണ്ടല്ലോ, എൻ്റെ കിളി പോയി ഗൈസ്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ കിറങ്ങിപ്പോയി. കാരണം ഈ 3 ദിവസവും ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നുണ്ട്. മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വെയിലത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നില്ല, ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് പിറ്റേ ദിവസം ഞാൻ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുമായിരുന്നു വീട്ടിൻ്റെ അകത്ത്. സോ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. പിന്നെ ഋതു ലക്ഷ്മി അവരുടെ കോട്ടും ക്യാപ്പും എല്ലാം തിരിച്ചു കൊടുത്തു രാവിലെ. അതിനുശേഷം ഋതുവിൻ്റെ ചേച്ചിക്ക്
മലയാളി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞു. അങ്ങനെ അത് ചേച്ചിയുടെ ട്രീറ്റാണ് ഞങ്ങൾ ലാസ്റ്റാണ് മനസ്സിലാക്കിയത്. ചേച്ചി അവളുടെ ഗ്രാജുവേഷൻ എല്ലാവർക്കും ട്രീറ്റ് തന്നായിരുന്നേ. പിന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് കുറേ നാൾക്ക് ശേഷം നെയിൽ പോളിഷ് ഇട്ടത് കൊണ്ടും എൻ്റെ ഗ്രാജുവേഷൻ സമയത്ത് ഇട്ടത് അത് ഞങ്ങൾ കാണിച്ചു തന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ മന്തിയാണ് ഓർഡർ ചെയ്തത് ഗൈസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിച്ചിറങ്ങിയ ശേഷം വീഡിയോ എടുത്തിട്ടില്ല, മറന്നുപോയി, വയ്യായിരുന്നു. ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ് ഗൈസ് ചെയ്തത്. പിറ്റേ ദിവസം എനിക്ക് വയ്യായിരുന്നു. സോ ഗൈസ്, അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും എൻ്റെ കൂട്ടുപിറപ്പായതുകൊണ്ട് ഞാൻ രാവിലെ മീൻസ് നമ്മുടെ ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പുരുക മൊത്തം പോയി. ഇവിടെ ഞാനത് വരച്ചേക്കുവാണ്. എനിക്ക് എങ്ങനെയോ ദൈവം സഹായിച്ച് അപ്പോൾ വരയ്ക്കാൻ പറ്റി. എനിക്ക് വരയ്ക്കാറിനൂടാ, ശരിക്കും എനിക്ക് വരയ്ക്കാറിനൂടാ. പിന്നെ ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ രണ്ടും ഏതാണ്ട് ഒരുപോലെ ഉണ്ട് അല്ലേ? യെസ്. ഈ ക്ലിപ്പ് ഞാൻ അവസാനം കാണിക്കുള്ളൂ, കാരണം ആദ്യമേ കണ്ടിട്ട് അതിൽ കോൺസെൻട്രേഷൻ പോകണ്ട. ഏത് ഓക്കെ.